My dear students, welcome back to plus 2 botany class. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് ചാപ്റ്ററാണ്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററാണ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് എംബ്രിയോളജിയിൽ നിന്ന് വരുന്നതായിരുന്നു. ഇത് പ്ലാന്റ് ബ്രീഡിംഗ്, ആനിമൽ ബ്രീഡിംഗ് ഏരിയയിൽ നിന്ന് വരുന്നതാണ്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഈ ഒരു ടോപ്പിക്കിൻ്റെ ഹെഡിങ്ങിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൽ തന്നെ അതിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. സ്ട്രാറ്റജീസ്, എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എൻഹാൻസ് ചെയ്യാം ഫുഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ്. ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ ഒരു എസെൻഷ്യാലിറ്റിയാണ്, ഒരു നെസസിറ്റിയാണ്, അല്ലേ? എവർ ഇൻക്രീസിങ് പോപ്പുലേഷനാണ്. ഇപ്പോൾ വേൾഡിലാണെങ്കിലും ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും പോപ്പുലേഷൻ എവർ ഇൻക്രീസിങ് ആണ്, ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഈ പോപ്പുലേഷൻ്റെ ഫുഡ് റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്തേ മതിയാവുള്ളൂ, അതും കുറഞ്ഞ ഏരിയയിൽ നിന്ന്. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അഗ്രികൾച്ചറൽ ലാൻഡ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലം കുറയുന്നതിനനുസരിച്ച് ആ കുറഞ്ഞ ഏരിയയിൽ നിന്ന് കൂടുതൽ ഫുഡ് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് രണ്ട് സോഴ്സാണ് നമുക്കുള്ളത്, ആനിമൽ സോഴ്സും ഉണ്ട്, പ്ലാന്റ് സോഴ്സും ഉണ്ട്. അപ്പോൾ രണ്ടിൽ നിന്നും ഫുഡിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. So we should adopt several novel strategies, novel technique to increase the food production. അത് ഏതൊക്കെയാണ് ഇന്ന് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആനിമൽ ഹസ്ബൻഡറി എന്നൊരു ടേമാണ്. വാട്ട് ഈസ് ആനിമൽ ഹസ്ബൻഡറി? ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ബ്രീഡിംഗ് ആൻഡ് റേസിംഗ് ഓഫ് ലൈഫ് സ്റ്റോക്ക്. അപ്പോൾ ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാലോ, ഡൊമസ്റ്റിക് ആനിമൽസ് വിച്ച് ആർ കെപ്റ്റ് ഇൻ ഫോർ യൂസ്, ഫോർ ഡിഫറെൻറ്റ് യൂസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്. നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ആനിമൽസാണ്, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ആനിമൽസിനെയാണ് ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ബ്രീഡിംഗ് ആൻഡ് റേസിംഗ് ഓഫ് ലൈഫ് സ്റ്റോക്ക് ഡിഫറെൻറ്റ് ആനിമൽസ് നോൺ ആസ് ആനിമൽ ഹസ്ബൻഡറി. അപ്പോൾ ഈ ആനിമൽ ഹസ്ബൻഡറിയിൽ വരുന്ന ലൈഫ് സ്റ്റോക്കുകൾ ഏതൊക്കെയെന്നുള്ളത് നോക്കാം. കാറ്റിൽസ് വരും, ഓക്കെ, ബഫലോ, ഷീപ്പ്, ക്യാമൽ, ഗോട്ട്, അതുപോലെ പിഗ്, ദെൻ പ്രോൺ വരും, അതുപോലെ ഡിഫറെൻറ്റ് ബേർഡ്സ് ലൈക്ക് ഡക്ക്, ചിക്കൻ, ഫിഷ് വരും, അതുപോലെ നമ്മളെ സിൽക്ക് വേം, ഇതിനെയൊക്കെ ലൈഫ് സ്റ്റോക്കിൻ്റെ പോപ്പുലേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനകത്ത് കിടക്കുന്നൊരു ഫാക്റ്റാണ്, India and China have more than 70% of the world livestock population. Okay, but their contribution to the world productivity is only 25%. കൂടുതൽ എണ്ണം ലൈഫ് സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ട് എങ്കിൽ കൂടെ വേൾഡിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പ്രോഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും 25% ആണ്. അപ്പോൾ കുറേ ലൈഫ് സ്റ്റോക്കുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റും കൂടെ നമുക്ക് കൂട്ടാൻ പറ്റണം. ഓക്കെ, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, അത് മിൽക്ക് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണം, ലൈഫ് സ്റ്റോക്കിൻ്റെ എണ്ണത്തിലല്ല, എത്ര കണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിന്. അപ്പോൾ എന്തൊക്കെ രീതിയിൽ നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വാട്ട് ആർ ദ ടെക്നിക് വി വാണ്ട് ടു അപ്ലൈ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദീസ് ആനിമൽ ഫുഡ് എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. സോ വി ക്യാൻ അഡോപ്റ്റ് ഡിഫറെൻറ്റ് ഫാം മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതാണ്, ഫാം മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്. അതിൽ പല രീതിയിലുള്ള ഫാമുകൾ, ഒരു 3-4 ഫാമുകൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയുന്നുണ്ട്, ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് നടത്തി കഴിഞ്ഞാൽ ഈ ഫാമിൽ നിന്നൊക്കെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഫസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിലാദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഡയറി ഫാമാണ്. ഡയറി ഫാം management programs. Then what is dairy farm, what are the products obtained from, and what is the livestock of dairy farm എന്നുള്ളത് നോക്കാം. ഡയറി ഫാമിലെ ലൈഫ് സ്റ്റോക്കാണ് കൗ, ബഫലോ, ഷീപ്പ്, ഗോട്ട്, ഇതൊക്കെ. അപ്പോൾ കാറ്റിൽസിനെ ബ്രീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന ഏരിയയാണ് ഡയറി ഫാം. ഇനി അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ്സ് ആണ് മിൽക്ക് ആൻഡ് മീറ്റ്. ഓക്കെ, അപ്പോൾ ലൈഫ് സ്റ്റോക്ക് കൗ, ബഫലോ, ഷീപ്പ്, ഗോട്ട് എക്സെട്ര, ആൻഡ് ദ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് ആർ മിൽക്ക് ആൻഡ് ഹൈ ക്വാളിറ്റി മീറ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡയറി ഫാമുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഡയറി ഫാമുകൾ, അതായത് ഒരുപാട് കാറ്റിൽസിനെ ഒരുമിച്ച് അവർ അവിടെ വളർത്തിയെടുക്കുന്നുണ്ട്. ആ ഒരു ഏരിയ അറ്റ്മോസ്ഫിയറൊക്കെ ഇപ്പോൾ ഒരുപാട് ബെറ്ററാണ്. മെഷീൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഡയറി ഫാമിൽ ഒരുപാട് പ്രോസസ്സുകൾ ചെയ്യുന്നത്.
അപ്പോൾ ഡയറി ഫാമിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് മിൽക്ക്. മിൽക്കിൻ്റെ പെക്യുലാരിറ്റി നിങ്ങൾക്കറിയാം, ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 87% ഓഫ് ദ മിൽക്ക് കണ്ടെയ്ൻ വാട്ടർ ആൻഡ് ദ റെസ്റ്റ് പാർട്ട് കണ്ടെയ്ൻ ഫാറ്റ്, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. കുറഞ്ഞ എമൗണ്ടിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള പ്രോട്ടീന് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കുക. ദർ ആർ 2 types ഓഫ് പ്രോട്ടീൻസ്, കെസീൻ ആൻഡ് ആൽബുമിൻ. അറിയുണ്ടാവും, ജസ്റ്റ് ഒന്ന് അറിയാത്തവർ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. മിൽക്കിലെ പ്രോട്ടീനാണ് കെസീൻ ആൻഡ് ആൽബുമിൻ. ദെൻ കാർബോഹൈഡ്രേറ്റ് ചെറിയൊരു എമൗണ്ട് ഉണ്ട്, വിച്ച് ഈസ് ലാക്ടോസ് ഷുഗറാണ്. പിന്നെ മിൽക്കിന് ചെറിയൊരു യെല്ലോയിഷ് കളർ ഉണ്ടാവും ചിലപ്പോൾ, അതിന് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് കരോട്ടീൻ. ഓക്കെ, മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസിൽ വരുന്നതാണ് മിൽക്ക് പ്രോഡക്ട്സ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിൽക്ക് പ്രോഡക്റ്റ് അല്ലേ. നമുക്കിന്ന് അവൈലബിൾ ആവുന്ന ഒരുപാട് മിൽക്ക് പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ യോഗട്ട് വരും, അതുപോലെ കേർഡ് വരും, ചീസ്, ക്രീം, അതുപോലെ മിൽക്ക് ഷേക്കുകൾ, ഐസ്ക്രീമുകൾ, ഇതെല്ലാം മിൽക്ക് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ വെറൈറ്റി ഓഫ് മിൽക്ക് പ്രോഡക്ട്സ് ആർ അവൈലബിൾ നൗ, വിച്ച് ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ഓഫ് കമ്മിങ് അണ്ടർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മിൽക്ക്. ഓക്കെ, ഡയറി ഫാം പ്രോഡക്റ്റായ മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസിൽ വരും. ഇനി മീറ്റ് പറയുകയാണെങ്കിൽ, മീറ്റ് ഹൈ ക്വാളിറ്റി മീറ്റാണ്, പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള മീറ്റാണ് കിട്ടുന്നത്. Now we are going to discuss about the most important part of this topic, farm management program. Which are the farm management program we can adopt to improve the productivity of a farm? Okay, വളരെ സിമ്പിളായ പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്കത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂസ് ഓഫ് ഗുഡ് ബ്രീഡ്സ്, പ്രോപ്പർ കെയർ, പ്രോപ്പർ ഫീഡിംഗ്, ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ ആൻഡ് റെഗുലർ ഇൻസ്പെക്ഷൻ ബൈ എ വെറ്റിനറി ഡോക്ടർ. ഗുഡ് ബ്രീഡ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഡിസീസ് റെസിസ്റ്റൻ്റ് ആയ ഹൈ ഈൽഡിങ് ആയ ബ്രീഡ്സ് ആവണം യൂസ് ചെയ്യുന്നത്. അല്ലാതെ നാടൻ രീതിയിലുള്ള കാറ്റിൽസിനെ വളർത്തി കഴിഞ്ഞാൽ വേറെ എന്ത് ഇമ്പ്രൂവ് ചെയ്താലും നമുക്കതിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി കിട്ടില്ല. അപ്പോൾ യൂസ് ഓഫ് ഗുഡ് ബ്രീഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ, പ്രോപ്പർ കെയർ. വി ഷുഡ് പ്രൊവൈഡ് പ്രോപ്പർ കെയർ. Their accommodation should have adequate ventilation, sufficient light, water and good drainage system. Okay, next, provide proper food. നല്ല ഫുഡ് കൊടുത്താലേ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം, മെയിൻറ്റെയിൻ ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ. ഓക്കെ, ഡയറി ഫാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കാര്യമാണ് ക്ലീൻലിനെസ്, അല്ലെങ്കിൽ ഫാം എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നുള്ളത്. എസ്പെഷ്യലി മിൽക്കിംഗ് ഏരിയ ഷുഡ് ബി ഫ്രീ ഫ്രം അക്യുമുലേഷൻ ഓഫ് ഡേർട്ട് ആൻഡ് ഗാർബേജ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് കണ്ടാമിനേഷൻസ്, ക്ലീൻലിനെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കണ്ടാമിനേഷൻസ് കുറവാണ്. ബിക്കോസ് നൗ എ ഡേയ്സ് ദ പ്രോസസ് ഓഫ് മിൽക്കിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് മിൽക്ക് ബിക്കം മെക്കനൈസ്ഡ്. അപ്പോൾ മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ഹാൻഡ്ലിംഗ് വരാത്തതുകൊണ്ട് തന്നെ കണ്ടാമിനേഷൻ കുറവാണ്, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനിയൊരു പോയിന്റ് നമുക്ക് പറയാനുള്ളത് റെഗുലർ ഇൻസ്പെക്ഷൻ ബൈ എ വെറ്റിനറി ഡോക്ടർ എന്നാണ്. ഒരു വെറ്റിനറി ഡോക്ടറുടെ ഇൻസ്പെക്ഷൻ, റെഗുലർ ആയിട്ടുള്ള ഫാം വിസിറ്റ് മാൻഡേറ്ററി ആണ്. ഓക്കെ, ടു ലുക്ക് ആഫ്റ്റർ അബൌട്ട് ദെയർ ഡിസീസ്, ദെയർ ഹെൽത്ത് എക്സെട്ര. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫീഡിങ് പ്രോപ്പർ ഫുഡായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫീഡിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേൾക്കുക. ഫീഡിങ് ഷുഡ് ബി ഇൻ എ സയൻറ്റിഫിക് മാനർ. ഓക്കെ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം കാറ്റിൽസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ബാലൻസ്ഡ് ഡയറ്റ് കണ്ടെയ്ൻ 2 components, കോൺസെൻട്രേറ്റ് ആൻഡ് റോ ഗേജ്. ഈ 2 components അടങ്ങിയതാണ് കാറ്റിൽസിൻ്റെ ബാലൻസ്ഡ് ഡയറ്റ്. കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ ലോ ഫൈബർ കണ്ടൻറ്റ് ആൻഡ് ഹൈ ന്യൂട്രിയൻ കണ്ടൻ്റ് ഉള്ള ഫുഡാണ്. ലോ ഫൈബർ കണ്ടൻറ്റും ഹൈ ന്യൂട്രിയൻ അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റും ഉള്ളതാണ് കോൺസെൻട്രേറ്റ്. ദെൻ റോ ഗേജ് എന്ന് പറഞ്ഞാൽ ഹൈ ഫൈബർ കണ്ടൻറ്റും ലോ ന്യൂട്രിയൻ കണ്ടൻറ്റും ഉള്ളതാണ് റോ ഗേജ്. അപ്പോൾ ഈ രണ്ട് കമ്പോണൻസും കൂടെ കൂടിയ ഒരു ഡയറ്റ് ആയിരിക്കണം നമ്മൾ കാറ്റിൽസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി കോൺസെൻട്രേറ്റിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ സീരിയൽസ്, അതുപോലെ പെല്ലറ്റ്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കാറ്റിൽ പെല്ലറ്റ്സ് ഒക്കെ കോൺസെൻട്രേറ്റ്സിന് എക്സാമ്പിളാണ്. ഓയിൽ സീഡ്സ്, ഗ്രാംസ്, ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പിക്ചറിനകത്ത് കാണാൻ പറ്റും പലതരത്തിലുള്ള കോൺസെൻട്രേറ്റ്സിന്. അതുപോലെ ഹേ, സ്ട്രോ, ഗ്രാസ്, ഇതൊക്കെ റോ ഗേജ് ആണ്. അതിനകത്ത് ഫൈബർ കണ്ടൻ്റാണ് കൂടുതലുള്ളത്, പ്രോട്ടീൻ കണ്ടൻറ്റ് കുറവാണ് വരിക. ഇപ്പോൾ റോ ഗേജിനെ കുറിച്ചിട്ടും അതുപോലെ കോൺസെൻട്രേറ്റ്സിനെ കുറിച്ചിട്ടും ചെറിയൊരു അക്കൗണ്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് വായിച്ച് നോക്കാം. ഇത്രയാണ് ഡയറി ഫാമിനെ കുറിച്ച് പറയാനുള്ളത്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പോൾട്രി ഫാം.
ഓക്കെ, പോൾട്രി ഫാം കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഫാമാണ് പോൾട്രി ഫാം. പോൾട്രി ഫാമിൽ നമുക്ക് പരിചയമുള്ളത് ചിക്കൻ മാത്രമാണ്. പക്ഷേ പോൾട്രി എന്നുള്ളത് ചിക്കനെ മാത്രം റെഫർ ചെയ്യുന്ന ഒരു ടേം അല്ല. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ബേർഡ്സിനെയും, യൂസിന് വേണ്ടി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ബേർഡ്സിനെയും നമുക്ക് പോൾട്രി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ചിക്കൻ മാത്രമല്ല. ദ ടേം പോൾട്രി റെഫേഴ്സ് ടു ക്ലാസ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ബേർഡ്സ് which include chicken, duck, turkey, geese, etc. അപ്പോൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ബേർഡ്സിനെയും, എഗ്ഗിന് വേണ്ടിയോ മീറ്റിന് വേണ്ടിയോ ഒക്കെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ബേർഡ്സിനെയും കൂടെ നമുക്ക് പോൾട്രി എന്നുള്ളൊരു ടേമിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ ഏറ്റവും കോമൺ ആണ് നമുക്കറിയാവുന്ന ചിക്കൻ അല്ലേ. പോൾട്രി ഫാം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരിക ചിക്കൻ ഫാമിനെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ബേർഡ്സ് ചിക്കൻ, ടർക്കി അറിയാവും, പിക്ചർ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഗീസാണ്, ദെൻ ഡക്ക്, ഇതൊക്കെ ആണ് പോൾട്രി ഫാമിൽ അല്ലെങ്കിൽ പോൾട്രി എന്നുള്ള ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ഇനി പോൾട്രി ഫാമിൻ്റെ പ്രോഡക്ട്സ്, എഗ് ആൻഡ് ഹൈ ക്വാളിറ്റി മീറ്റാണ് പോൾട്രി ഫാമിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ്. അറിയാലോ, എഗ്ഗും മീറ്റും ഹൈ ക്വാളിറ്റി മീറ്റാണ്. പക്ഷേ ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളിപ്പം ഇപ്പോഴത്തെ ഫാം കണ്ടീഷനിലൊക്കെ നമ്മളത് ചിന്തിച്ച് തന്നെ പറയണം. ദെൻ ഡയറി ഫാം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഫാം മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന്, യൂസ് ഓഫ് ഡിസീസ് ഫ്രീ, ഡിസീസ് റെസിസ്റ്റൻറ്റ് സ്യൂട്ടബിൾ ബ്രീഡ്സ്, ആൻഡ് വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഡിസീസ് ഫ്രീ ആയിട്ടുള്ള, ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ബ്രീഡ്സിനെ സെലക്ട് ചെയ്താൽ മാത്രമേ ഡയറി ഫാമിൽ നിന്നും നമുക്ക് പ്രോഡക്റ്റ് മാക്സിമത്തിൽ കിട്ടുള്ളൂ. ദെൻ പ്രോപ്പർ ആൻഡ് സേഫ് ഫാം കണ്ടീഷൻ. വി ഷുഡ് പ്രൊവൈഡ് പ്രോപ്പർ ആൻഡ് സേഫ് ഫാം കണ്ടീഷൻ. ഓക്കെ, ബേർഡ്സ് ആണ്, അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള ഫാം കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യണം. ദെൻ പ്രൊവൈഡ് പ്രോപ്പർ ഫുഡ് ആൻഡ് വാട്ടർ. ഫീഡ്, കറക്റ്റ് ഫുഡും വാട്ടറും കൊടുക്കണം. ഫുഡൊക്കെ ഇപ്പം പോൾട്രി ഫാമിൽ കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയുണ്ടാവും. ദെൻ ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ. അത് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എങ്കിലും ഹെൽത്ത് കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഫാം മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് പഠിച്ചു വെച്ചോളാം. ദെൻ ബേർഡ്സിൽ വരുന്ന, അല്ലെങ്കിൽ ചിക്കനിലൊക്കെ വരുന്നൊരു സംഭവമാണ് പക്ഷിപ്പനി എന്ന് പറയുന്നത് അല്ലേ, ബേർഡ് ഫ്ലൂ. അതൊരു വൈറൽ ഡിസീസാണ്. അതിനെക്കുറിച്ചൊരു അക്കൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ബേർഡ് ഫ്ലൂ ബേർഡ്സിന് മാത്രമല്ല, അതിനായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഹ്യൂമൻസിലേക്കും അത് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേർഡ് ഫ്ലൂ വന്നാൽ ബേർഡ്സ് അല്ലെങ്കിൽ പോൾട്രീസ് ഒന്നിച്ച് ചത്തൊടുങ്ങുക മാത്രമല്ല ചെയ്യുക, അത് ഹ്യൂമൻ ബീയിങ്സിനെയും കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതർ ആനിമൽസിനെയും കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോൾട്രി ഫാമിൽ നിന്ന് പിന്നെ നമ്മൾ കൺസംഷൻ കുറയും അല്ലേ. ആ സമയത്ത് നമ്മളാരും ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗോ ഒന്നും കഴിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അത് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള, ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രീഡ്സിനെ യൂസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഇത് തന്നെയാണ്. ഇനി ഈ ഒരു ഏരിയയിൽ നമുക്ക് പറയാനുള്ളത് പുതിയൊരു പാർട്ട് എപ്പി കൾച്ചറാണ്. ബീ കീപ്പിംഗ് ഓർ എപ്പി കൾച്ചർ. എപ്പി കൾച്ചർ നമുക്കറിയാം, തേനീച്ച വളർത്തുക. ഓക്കെ, എപ്പി കൾച്ചർ ഓർ ബീ കീപ്പിംഗ്, ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ഒന്ന് ജസ്റ്റ് കേട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ദെൻ വാട്ട് ഈസ് എപ്പി കൾച്ചർ? മെയിൻ്റനൻസ് ഓഫ് ബീ ഹൈവ്സ് ഫോർ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഹണി ആൻഡ് വാക്സ്. ഹണി ബീസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഹണി ബീസിനെ കൾച്ചർ ചെയ്യുക. എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ്? ഹണി ആൻഡ് വാക്സ്. അപ്പോൾ ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹണി ബീ ആണ്, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് ഹണിയും വാക്സുമാണ്. So, maintenance of beehives for commercial production of honey and wax is known as apiculture. ഇനി ഇതിനകത്ത് ഹണി ബീസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, കോമൺലി കൾട്ടിവേറ്റഡ് സ്പീഷീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സാധാരണ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഹണി ബീ സ്പീഷീസ് ഏതൊക്കെയെന്നുള്ളതാണ്. ഏറ്റവും കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എപ്പീസ് ഇൻഡിക്കയാണ്, ഇന്ത്യൻ വെറൈറ്റി എപ്പീസ് ഇൻഡിക്ക. ദെൻ എപ്പീസ് ഡോർസേറ്റ അനദർ സ്പീഷീസാണ് എപ്പീസ് ഡോർസേറ്റ. ദെൻ എപ്പീസ് മെല്ലിഫറ അനദർ ഹണി ബി സ്പീഷീസാണ് എപ്പീസ് മെല്ലിഫറ. ഒരു ഇറ്റാലിയൻ വെറൈറ്റിയാണ് എപ്പീസ് ആഡംസോണി, ഒരു ഇറ്റാലിയൻ വെറൈറ്റിയാണ് കേട്ടോ എപ്പീസ് ആഡംസോണി. അതുപോലെ എപ്പീസ് ഫ്ലോറിയ, ഇതൊക്കെയാണ് സാധാരണ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഹണി ബി സ്പീഷീസുകൾ. ദെൻ ഹണി ബി ഒരു സോഷ്യൽ ഇൻസെക്റ്റ് ആണ് അല്ലേ, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഹണി ബീയുടെ കോളനി, ഒരു സൊസൈറ്റി, ഒരു സോഷ്യൽ ഇൻസെക്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ളൊരു കാര്യം നടക്കുന്നുണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ, ഒരു ക്യൂനുണ്ട്, വർക്കേഴ്സ് ഉണ്ട്, ഡ്രോൺസ് ഉണ്ട്. അതിനൊക്കെ പെർട്ടിക്കുലർ ജോബുകൾ, അതിൻ്റേതായ ജോലികളുണ്ട്. അത് നന്നായിട്ട് അത് പെർഫോം ചെയ്യും. കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് ഏരിയയിൽ ഒന്നാണ് ഇമ്പോർട്ടൻസ് ഓഫ് എപ്പികൾച്ചർ.
എപ്പിക്കൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് വണ്ണ് ഹണിയാണ്. ഹണിയുടെ യൂസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹണി ന്യൂട്രിറ്റീവ് വാല്യൂ കൂടിയ ഒരു ഫുഡ് ഐറ്റമാണ്. ഡിഫറെൻറ്റ് മെഡിസിൻസിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ആൻഡ് വിച്ച് കണ്ടെയ്ൻ ഷുഗർ, മിനറൽസ്, വിറ്റമിൻസ്, അമിനോ ആസിഡ്സ് എക്സെട്ര. ദെൻ യൂസ്ഫുൾ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് വേരിയസ് സ്റ്റൊമക്ക് ഡിസോർഡേഴ്സ് ആൻഡ് വിച്ച് പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ ഇൻ വൂണ്ട്. അല്ലേ, പല രീതിയിൽ നമ്മൾ വീടുകളിലൊക്കെ ഹണി യൂസ് ചെയ്യുന്നുണ്ടാവും. എന്ത് സ്റ്റൊമക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും ഹണി അതിനൊരു റെമഡിയാണ്, ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ ഹൈ ന്യൂട്രിയൻ കണ്ടൻ്റ് ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ്. ഒരുപാട് മെഡിസിൻസിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഹണി വരുന്നുണ്ട്. ദെൻ വൂണ്ടിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ ഹണി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹണി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോഡക്റ്റാണ് എപ്പിക്കൾച്ചറിൻ്റെ. സെക്കൻഡ് പ്രോഡക്റ്റ് എന്തായിരുന്നു എപ്പിക്കൾച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബീ വാക്സ്. ഓക്കെ, ബീ ഹൈവ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന വാക്സ് ആണ്. അതിൻ്റെ യൂസസ് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് കോസ്മെറ്റിക്സ്, പോളിഷസ് എക്സെട്ര. ദെൻ യൂസ്ഡ് ആസ് മോൾഡ് ഇൻ പ്രിൻറ്റിങ് ഇൻഡസ്ട്രി. മോൾഡായിട്ട് യൂസ് ചെയ്യും പ്രിൻറ്റിങ് ഇൻഡസ്ട്രിയിൽ. അതുപോലെ നമ്മൾ സീരിയൽ സെക്ഷനിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് ടിഷ്യൂ കൾച്ചറൊക്കെ ചെയ്യുമ്പം. ഇതിനകത്ത് ഒരു സീക്വൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി സീരിയൽ സെക്ഷനിങ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ബ്ലോക്ക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ടിഷ്യൂസിൻ്റെ ബ്ലോക്ക് പ്രിപ്പറേഷൻ. അതിന് വേണ്ട ബ്ലോക്ക് പ്രിപ്പറേഷന് വേണ്ട ബ്ലോക്കായിട്ടും ഈ വാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ബി വാക്സിൻ്റെ ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ആ ബി വാക്സ് കിട്ടുന്നത്. ബി വാക്സിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കാണാം. അതുപോലെ കുറച്ചധികം യൂസസ്, പ്രോഡക്ട്സ് ഓഫ് മേക്കപ്പ്, സൺസ്ക്രീൻ, ബേബി പ്രോഡക്ട്സ്, ഇതിൻ്റെയൊക്കെ കമ്പോണൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ലിപ്പ് ബാമിൽ, ലിപ്പ് ഗ്ലോസിൽ, അതുപോലെ മോയ്സ്ചറൈസേഴ്സിൽ, കോസ്മെറ്റിക്സിലൊക്കെ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ചെറിയൊരു അക്കൗണ്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ പറയാനുള്ള വേറൊരു ഇമ്പോർട്ടൻസ് ആണ്, എപ്പിക്കൾച്ചറിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് ആണ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്, ഇത് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. സോ ഹണി ബി ഒരു പോളിനേറ്ററാണ്, ഒരു മേജർ പോളിനേറ്ററാണ്, ഒരു ചീഫ് പോളിനേറ്ററാണ്, ഇൻസെക്റ്റ് പോളിനേറ്ററാണ്. അപ്പോൾ പോളിനേറ്റ് ലാർജ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ബീ ഹൈവ്സ് കീപ്പ് ചെയ്യുന്ന ഏരിയയിലുള്ള ആ ഫീൽഡിലുള്ള ഫ്ലവേഴ്സിനെയൊക്കെ അത് പോളിനേറ്റ് ചെയ്യും. കീപ്പിംഗ് ബീ ഹൈവ്സ് ഇൻ ക്രോപ്പ് ഫീൽഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി, പ്ലാന്റ്സിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബീ ഹൈവ്സ് കീപ്പ് ചെയ്യുന്ന ഫീൽഡിലുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ പ്രൊഡക്ടിവിറ്റി കൂടും. അത്രയും കണ്ട് പോളിനേഷൻ നടക്കും, അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കും. അതിനനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ്, പ്രോഡക്റ്റ്, ഫ്രൂട്ട് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇനി ഈ ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ടിപ്സ് ഫോർ ബീ കീപ്പിംഗ്. ബീ കീപ്പിംഗ് അല്ലെങ്കിൽ എപ്പിക്കൾച്ചർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്ട് ആർ ദ ടിപ്സ് ഫോർ ബീ കീപ്പിംഗ്? We should have the knowledge about nature and habit of bees. അല്ലേ, ഹണി ബീയുടെ നേച്ചറിനെ കുറിച്ചും ഹാബിറ്റിനെ കുറിച്ചും നന്നായിട്ട് അറിയുന്നവർക്ക് മാത്രമേ എപ്പിക്കൾച്ചർ സക്സസ്ഫുൾ ആവുള്ളൂ. ദെൻ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ കീപ്പിംഗ് ബീ ഹൈവ്സ്. ബീ ഹൈവ്സ് സെറ്റ് ചെയ്യാൻ പറ്റിയ സ്യൂട്ടബിളായ ലൊക്കേഷൻ, അതായത് നന്നായിട്ട് ഫ്ലവറൊക്കെ ചെയ്യുന്ന ഏരിയയിലാണെങ്കിൽ കൂടുതൽ ഹണി നമുക്ക് കിട്ടും. ദെൻ ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് ഓഫ് സ്വാംസ്. ഹണി ബീസിനെ പിടിച്ച് അതിനെ കൂട്ടിലിടണം. ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് ഓഫ് സ്വാംസ്. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് ബീ ഹൈവ്സ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് സീസൺസ്. പല സീസൺസിന്, റെയിനി സീസണിൽ, സമ്മർ സീസണിൽ, ഇങ്ങനെ പല സീസൺസിലും അതിൻ്റെ ബീ ഹൈവ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ, മാനേജ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നല്ല ഐഡിയ വേണം. ദെൻ അവസാനം ഇതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്യാനും അറിയണം. എക്സ്ട്രാക്ഷൻ ഓഫ് ഹണി ആൻഡ് വാക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമം അറിഞ്ഞാൽ മാത്രമേ എപ്പിക്കൾച്ചർ സക്സസ്ഫുൾ ആവുള്ളൂ. വാട്ട് ആർ ദ ടിപ്സ്? യു ഷുഡ് ഹാവ് എ തറോ നോളേജ് അബൌട്ട് നേച്ചർ ആൻഡ് ഹാബിറ്റ് ഓഫ് ബീസ്. ദെൻ സെലക്ട് എ സ്യൂട്ടബിൾ ലൊക്കേഷൻ, ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് ഓഫ് സ്വാംസ്, മാനേജ്മെൻറ്റ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് സീസൺസ്, എക്സ്ട്രാക്ഷൻ ഓഫ് ഹണി ആൻഡ് വാക്സ്. ഇത്രയും പഠിച്ചു വെക്കുക. അപ്പോൾ എപ്പിക്കൾച്ചറിൽ ബീ ഹൈവ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. അത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടി വലിയ ഏരിയകളെടുത്ത് ചെയ്യുന്നതുണ്ട്. നമ്മൾ വീടുകളിൽ വളരെ കുറഞ്ഞ 1, 2, 3 ഒക്കെ ബീ ഹൈവ്സ് മാത്രം കീപ്പ് ചെയ്യുന്നതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായ ടോപ്പിക്കാണ്. നോക്കിയിട്ട് മനസ്സിലാവാത്ത പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.